ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ ബല്ലപ്പുരെ രൂപ്കോത എന്ന ബംഗാളി സിനിമയാണ് കാണാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങളുടെ അരികിൽ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ നമുക്ക് സിനിമയിലൂടെ കടക്കാം. 1961 കഥ നടക്കുന്നത്. ടൗണിൽ ഉന്നത വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് നമ്മുടെ നായകൻ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് തിരികെ വരികയാണ്. കൊട്ടാരമാകെ കൂരിരുട്ടിലാണ്. അങ്ങനെ നമ്മുടെ നായകൻ ഭൂപതി ഒരു വിളക്കുമായി അകത്തേക്ക് പോകുന്നു. അദ്ദേഹം ഒന്ന് ഫ്രഷ് ആയ ശേഷം പുസ്തകമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് അപരിചിതനായ ഒരാൾ വരുന്നത്. കൊട്ടാരത്തിന് പുറത്തുള്ള ഊഞ്ഞാൽ തനിയെ ആടാൻ തുടങ്ങുന്നു. സമയം 11 ആകാൻ പോകുന്നു. എന്ത്, 11 മണിയായോ എന്ന് പറഞ്ഞ് നായകൻ പെട്ടെന്ന് പുസ്തകം മടക്കി വെച്ച് അവിടെ തന്നെ കിടന്നുറങ്ങുന്നു. അപ്പോൾ വായുവിലൂടെ ഏതോ ഒരു രൂപം മെല്ലെ നീങ്ങി പോകുന്നതായും അത് നമ്മുടെ നായകനെ കണ്ടതും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നതായും കാണാം. ഉടനെ നമ്മുടെ നായകൻ കണ്ണു തുറന്ന് രഘു, നീ വീണ്ടും വന്നോ എന്ന് ചോദിക്കുന്നതുമായാണ് ഈ കഥ തുടങ്ങുന്നത്. നമ്മുടെ നായകൻ പറഞ്ഞ രഘു ആരാണെന്നത് ഒരു ചെറിയ ട്വിസ്റ്റോട് കൂടി പുറകെ പറയാം. ഇപ്പോൾ അടുത്ത ദിവസം നേരം വെളുക്കുന്നു. നമ്മുടെ നായകൻ ആ കൊട്ടാരത്തിന്റെ മൊട്ടമാടിയിലാണ് കിടന്നുറങ്ങുന്നത്. മനോഹരൻ എന്നൊരു കാവൽക്കാരൻ അവിടെയുണ്ട്. അതായത് മുൻപ് ഈ കൊട്ടാരം സജീവമായിരുന്നപ്പോൾ കാവൽക്കാരനായിരുന്ന ആളാണ്. ഇപ്പോൾ നമ്മുടെ നായകന് കൂട്ടിന് ആ കൊട്ടാരത്തിലുള്ള ഒരേ ഒരു വ്യക്തി ഈ മനോഹരനാണ്. ആ കൊട്ടാരത്തിലെ ഒരു ജോലിക്കാരനെ പോലെ ഇദ്ദേഹം നായകന്റെ കൂടെ തന്നെയുണ്ട്. അദ്ദേഹം വന്ന് നമ്മുടെ നായകനെ വിളിച്ചുണർത്തുന്നു. എന്താ സർ, ഇന്നലെ രാത്രി ആ രഘു നിങ്ങളെ ഉറങ്ങാൻ സമ്മതിച്ചില്ലേ? വേഗം ഈ കൊട്ടാരം വിട്ടു പോകാം എന്ന് പറഞ്ഞാൽ കേൾക്കില്ലല്ലോ, വേറെ ആളെ കിട്ടണ്ടേ, എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം ആ കൊട്ടാരത്തിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മാറി ആ ഗ്രാമത്തിലുള്ള ഒരു ചായക്കട കാണിക്കുന്നു. ആ ചായക്കടയിലേക്ക് രാമലിംഗം, സുന്ദരലിംഗം എന്നിങ്ങനെ 2 പേർ വരുന്നു. സർ, ഈ നാട്ടിൽ ഭൂപതി എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ, അവൻ എവിടെയാ എന്ന് ചോദിക്കുന്നു. ആര്? ഈ കൊട്ടാരത്തിൽ താമസിക്കുന്ന ഭൂപതിയെയാണ് ചോദിക്കുന്നത്. ഓ, അവന് കൊട്ടാരമൊക്കെ ഉണ്ടോ? അവൻ ഞങ്ങൾ 2 പേരിൽ നിന്നും പണം കടം വാങ്ങിയിട്ടുണ്ട്. ഇതുവരെ പണം തിരികെ തന്നില്ല. അതിന് അവനെ തേടി വന്നതാണ് എന്ന് ആ രാമലിംഗവും സുന്ദരലിംഗവും പറയുന്നു. ഇത് കേട്ട ചായക്കടക്കാരൻ, ഈ നാട്ടിലെ ചായക്കടയിൽ കടം പറഞ്ഞ് ചായ കുടിക്കുന്ന ഒരേ ഒരാൾ ആ ഭൂപതിയാണ്. ചോദിച്ചാൽ ഈ നാട്ടിലെ രാജകുമാരനാണെന്ന് പറയും. വരൂ, നമുക്ക് അവനെ പോയി കാണാം എന്ന് പറഞ്ഞ് ഇവർ 3 പേരും കൊട്ടാരത്തിലേക്ക് പോകുന്നു. ഇതേ സമയം BP എന്ന പേരുള്ള ഒരു വയസ്സായ ആളെ കാണിക്കുന്നു. ഈ BPയുടെ മകളാണ് നമ്മുടെ നായിക. BPയും അദ്ദേഹത്തിന്റെ മകളെയും ഭാര്യയെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് 400 കിലോമീറ്റർ മാറി ഒരു പാരമ്പര്യമുള്ള പഴയ കൊട്ടാരമുണ്ടത്രേ. അതെങ്ങനെയുണ്ടെന്ന് പോയി നോക്കി വരാം, നല്ലതാണെങ്കിൽ വാങ്ങാം എന്ന് പറഞ്ഞ് കുടുംബത്തോടൊപ്പം അങ്ങോട്ട് തിരിക്കുന്നു. ഇവിടെ നമ്മുടെ നായകൻ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലിരുന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊട്ടാരത്തിന് മുകളിൽ പ്രാവുകൾ ഇരുന്ന് കാഷ്ടിക്കുന്നുണ്ട്. ഈ സമയത്താണ് കൊട്ടാരത്തിന്റെ വാതിലിൽ ആരോ തട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. അത് കേട്ടതും നായകൻ പേടിച്ച് അദ്ദേഹത്തിന്റെ മുറിക്കുള്ളിൽ പോയി ഇരിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ജോലിക്കാരനായ മനോഹരനെ അയച്ച് ആരാണെന്ന് നോക്കാൻ പറയുന്നു. നോക്കുമ്പോൾ ആ ചായക്കടക്കാരനും കടം കൊടുത്ത 2 പേരും കൂടി കൊട്ടാരത്തിനുള്ളിലേക്ക് വരുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ കടം എപ്പോഴാണ് നിങ്ങളുടെ രാജകുമാരൻ തരാൻ പോകുന്നത് എന്നവർ ചോദിക്കുന്നു. അപ്പോഴാണ് അവർ ആ കൊട്ടാരത്തിനുള്ളിൽ ചുറ്റി കാണുന്നത്. കൊട്ടാരത്തിലെ പഴയ സാധനങ്ങളും പൊടി പിടിച്ച സോഫയും ടേബിളും ഒക്കെ കണ്ട് ഇവൻ നമ്മളെക്കാളും വലിയ പിശുക്കനാണല്ലോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നു. അപ്പോഴാണ് പുറത്തു നിന്ന് ഒരു പോസ്റ്റ്മാൻ വരുന്നത്. അദ്ദേഹം ഒരു കത്ത് കൊടുക്കുന്നു. അത് കൊട്ടാരത്തിലെ ജോലിക്കാരൻ വാങ്ങി നായകന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ നായകൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. BP എന്നൊരാൾ ഈ കൊട്ടാരം വിലയ്ക്ക് വാങ്ങാൻ വരുന്നുണ്ടെന്ന് അറിയിച്ചുകൊണ്ടുള്ള കത്തായിരുന്നു അത്. അങ്ങനെ നായകൻ അവിടെ തുള്ളിച്ചാടി, ഒരു വിധത്തിൽ ഈ കൊട്ടാരം വാങ്ങാൻ ആള് വരുന്നുണ്ട്, അതിനുള്ളിൽ ഈ കൊട്ടാരം ഒന്ന് വൃത്തിയാക്കി നമുക്ക് നല്ല കണ്ടീഷനിൽ വെക്കണം. ഈ കൊട്ടാരം വാങ്ങാൻ വരുന്ന BP സാധാരണക്കാരനല്ല, പഴയ പാരമ്പര്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്ന ആളാണ്. അവൻ എങ്ങനെയെങ്കിലും ഈ കൊട്ടാരം വിറ്റാൽ, എടാ കടക്കാരെ, നിങ്ങളുടെ കടം ഞാൻ തീർക്കും, അത് കഴിഞ്ഞ് സമാധാനമായി സിറ്റിയിൽ പോയി ഒരു വീട് വാങ്ങി സന്തോഷമായി ജീവിക്കും എന്ന് നമ്മുടെ നായകൻ ഭൂപതി പ്ലാൻ ഇടുന്നു. അപ്പോൾ പണം പിരിക്കാൻ വന്നവർ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അവരോട് നായകൻ പറയുന്നു, നമ്മൾ എന്തൊരു സാധനം വിൽക്കുകയാണെങ്കിലും അതിന്റെ മൂല്യം നമ്മൾ തന്നെ ഉയർത്തി കാണിക്കണം. ഇത് നശിച്ചു കിടക്കുന്ന കൊട്ടാരമാണെന്ന് കണ്ടാൽ അവർ വാങ്ങാതെ പോകും. അതുകൊണ്ട് നമുക്കെല്ലാം വൃത്തിയാക്കാം. നായകൻ അദ്ദേഹത്തിന്റെ ജോലിക്കാരനായ മനോഹരനോട് പറയുന്നു, എന്റെ മുത്തശ്ശന്റെ കാലത്തെ ആ രാജാവിന്റെ വേഷമൊക്കെ എവിടെ? അതൊക്കെ ഒന്ന് എടുത്തു വെക്കൂ. അത് കഴിഞ്ഞ് നിങ്ങളും കാവൽക്കാരുടെ വേഷം വാടകയ്ക്ക് എടുത്ത് ഇട്ടോളൂ. ദാ നിൽക്കുന്നില്ലേ ഈ കടം തന്നവർ,
ഇവർ 3 പേരെയും നമ്മുടെ കൊട്ടാരത്തിലെ കാവൽക്കാരെ പോലെ അഭിനയിപ്പിക്കാം. ഇന്ന് രാത്രി കൊണ്ട് അവരെ കൊണ്ട് ഈ കൊട്ടാരം വാങ്ങിപ്പിച്ചാൽ നമ്മുടെ പ്ലാൻ സക്സസ് ആകും. ഒരു ഭാഗത്ത് ബിപിയുടെ കുടുംബം കാറിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം ഒരു നിഗൂഢനായ യുവാവും അതേ ഗ്രാമത്തിലേക്ക് വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ നായകൻ ആ രാജാവിന്റെ കാലത്തെ വേഷമൊക്കെ എടുക്കുന്നു. അത് കീറിയിട്ടുണ്ടെങ്കിൽ തയ്ക്കുന്നു. കടം ചോദിച്ച് വന്നവരെ കൊണ്ട് വീട് വൃത്തിയാക്കിക്കുന്നു. അവർക്ക് കാവൽക്കാരുടെ വേഷം ഇടുവിപ്പിക്കുന്നു. ഇപ്പോൾ നായകന്റെ ജോലിക്കാരനായ മനോഹരൻ ആ കടം തന്നവരുടെ കയ്യിൽ ഒരു തോക്ക് കൊടുത്തിട്ട് പറയുന്നു, ഇവിടെ നോക്ക്, ഈ തോക്ക് എന്തായാലും പൊട്ടില്ല. ഈ കൊട്ടാരം വാങ്ങാൻ വരുന്നവർ അകത്തേക്ക് വരുമ്പോൾ ഒരാൾ സല്യൂട്ട് അടിക്കണം, വേറൊരാൾ നമസ്കാരം പറയണം, മറ്റൊരാൾ കുനിഞ്ഞ് ബഹുമാനം കാണിക്കണം. ഞാൻ ഇവിടെ മുന്നിൽ വന്ന് രാജാതിരാജൻ, രാജഗംഭീരൻ എന്നൊക്കെ പറഞ്ഞ് രാജാവിനെ പുകഴ്ത്തി പാടി നമ്മുടെ രാജകുമാരനായ ഭൂപതി സാറിനെ വരവേൽക്കും. അപ്പോൾ ഭൂപതി സർ, നിങ്ങൾ മെല്ലെ താഴെ ഇറങ്ങി വന്നവർക്ക് റോസാപ്പൂ കൊടുത്ത് വെൽക്കം ചെയ്താൽ വരുന്ന ഗസ്റ്റ് എന്തായാലും ഇംപ്രസ് ആയി ഈ കൊട്ടാരം വാങ്ങാൻ സാധ്യതയുണ്ടെന്നവർ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ആ സമയത്ത് കോളിംഗ് ബെൽ ശബ്ദം കേൾക്കുന്നുണ്ട്. കൊട്ടാരത്തിലുള്ള ഇവരും ഉഷാറായി എല്ലാവരും അവരവരുടെ പൊസിഷനിൽ പോയി നിൽക്കുന്നു. വാതിൽ തുറന്നു നോക്കിയാൽ അവിടെ ഒരു യുവാവ് വന്ന് നിൽക്കുന്നുണ്ട്. അയ്യയ്യോ, ഇയാള് വീട് വാങ്ങാൻ വന്ന ആളല്ല, ഇവൻ എന്റെ ഫ്രണ്ട് വരദരാജനാണ്, എന്റെ കൂടെ പഠിച്ചവനാ എന്ന് നായകൻ പറയുന്നു. ഡാ, നീ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല മച്ച, കോളേജിൽ പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു മികച്ച കഥാകൃത്താകാമെന്ന് വിചാരിച്ചു. പക്ഷെ കുറെ കഥകൾ ആലോചിച്ചു നോക്കി, ഒരു കഥയും എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. അതാണ് നിങ്ങളുടെ നാട്ടിലേക്ക് വന്നത്. നിന്റെ കൂടെ ഈ വലിയ കൊട്ടാരത്തിൽ തങ്ങി എന്തെങ്കിലും കഥ എഴുതിയിട്ട് പോകാമെന്ന് കരുതി വന്നതാണെന്ന് അവൻ പറയുന്നു. ഞാൻ തന്നെ ഈ കൊട്ടാരം വിൽക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീ എന്തിനാണ് പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് നായകൻ ആ വരദരാജനെയും ഇവരുടെ പദ്ധതിയിൽ ചേർക്കുന്നു. വരുന്ന ഗസ്റ്റിന്റെ മുന്നിൽ നീ എന്റെ മാനേജറെ പോലെ അഭിനയിക്കണമെന്ന് നായകൻ പറയുന്നു. ഒരു ഘട്ടത്തിൽ ബിപി എന്ന് പറഞ്ഞയാൾ ഈ കൊട്ടാരത്തിൽ വന്നു ചേരുന്നു. കൊട്ടാരത്തിലേക്ക് വരുന്നതിന് മുൻപ് കൊട്ടാരത്തിന് ചുറ്റും എന്തൊക്കെയുണ്ടെന്ന് അദ്ദേഹം പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചു നേരത്തിനുള്ളിൽ അദ്ദേഹം വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നു. അവിടെ വേഷം കെട്ടി നിൽക്കുന്നവർ പെർഫോം ചെയ്യുന്നു. ഒടുവിൽ മനോഹരൻ വന്ന് രാജാവിനെ പുകഴ്ത്തി പാടി നമ്മുടെ നായകനെ വരവേൽക്കുന്നു. ഇതെല്ലാം കണ്ട് 1961 നിങ്ങൾ ഈ കൊട്ടാരം ഇങ്ങനെ നന്നായി നോക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ബിപി അത്ഭുതപ്പെടുന്നു. ഇപ്പോൾ കൊട്ടാരത്തിന് പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്യുന്ന തന്റെ ഭാര്യയെയും ബിപി വിളിക്കുന്നു. കൂടെ മകളും വന്നിട്ടുണ്ട്. നിങ്ങളുടെ എൻട്രി വന്നപ്പോൾ സൂപ്പർ ആയിരുന്നു. എന്റെ മകൾ വരുമ്പോഴും അതേപോലെ എൻട്രി കൊടുക്കൂ. നായകൻ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നു. ഇത് കാണുന്ന സാധന എന്ന നമ്മുടെ നായികയും ഭയങ്കരമായി ഇംപ്രസ് ആകുന്നു. ഇനി വന്ന കാര്യം നോക്കാം എന്ന് പറഞ്ഞ് ബിപി, അല്ല, ഈ മാളിക 100 വർഷം പഴക്കമുള്ളതാണെന്നാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് കാണാൻ വന്നത്. പക്ഷെ ഇത് കണ്ടിട്ട് 300 വർഷം പഴക്കമുള്ള കൊട്ടാരം പോലെ ഉണ്ടല്ലോ. കൊട്ടാരത്തിന് പുറത്തൊക്കെ നോക്കുമ്പോൾ പായൽ പിടിച്ചു കിടക്കുന്നു. തീർച്ചയായും ഈ സ്ഥലം റിപ്പയർ ചെയ്യേണ്ടി വരും. അതിന് ചെലവ് കൂടുമല്ലോ. പുതുക്കി പണിയാതെ ഇവിടെ മനുഷ്യർക്ക് താമസിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ബിപി പറയുന്നു. അപ്പോഴാണ് നമ്മുടെ നായകന് എന്ത് ചെയ്യണമെന്നറിയാതെ, അയ്യോ, നിങ്ങൾ പറയുന്നത് തെറ്റാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ 300 വർഷം പഴക്കമുള്ള കൊട്ടാരമല്ല ഇത്. ഇത് 450 വർഷം പഴക്കമുള്ള കൊട്ടാരമാണ്. ഇതെപ്പോഴാ പണിതത് എന്നറിയാമോ? അക്ബറിന്റെ കാലത്ത്. അക്ബറിന്റെ മേൽനോട്ടത്തിൽ പണിതതാണ്. അപ്പോൾ ഈ കൊട്ടാരത്തിന്റെ വാല്യൂ എത്രയാണെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കൂ. അതും ഇത് പണിത എന്റെ മുത്തശ്ശൻ ഒരു യുദ്ധത്തിൽ ജയിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ഇത് സമ്മാനമായി കിട്ടിയതാണ് എന്നൊക്കെ ഇദ്ദേഹം കുറെ കഥകൾ ഇറക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ബിപിക്ക്, പുള്ളിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണല്ലോ. അക്ബറിന്റെ കാലത്ത് അക്ബറിന്റെ മേൽനോട്ടത്തിൽ പണിതതാണെന്ന് കേട്ട് പുള്ളി വീണ്ടും ഇംപ്രസ് ആകുന്നു. എങ്കിലും ഇത് ആ കാലത്ത് പണിതതാണെന്നതിന് എന്താണ് തെളിവ് എന്ന് ചോദിക്കുമ്പോൾ, ഈ വീടിന് മുകളിൽ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ ഒരു കൽവിളക്കുണ്ട്. അത് ഈ കൊട്ടാരം ഏത് കാലത്ത് പണിതു എന്ന വർഷം അതിലുണ്ടാകും. വരൂ പോകാമെന്ന് പറഞ്ഞ് നായകൻ ബിപിയെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഇപ്പോൾ കൊട്ടാരത്തിന്റെ നടുവിലുള്ള ഹാളിൽ നായികയും അവരുടെ അമ്മയും വെയിറ്റ് ചെയ്യുന്നു. ആ സമയത്ത് നായകന്റെ മാനേജറായി അഭിനയിക്കുന്ന ഫ്രണ്ട് വരദരാജനെ അവർ കാണുന്നു. നിനക്കെന്ത് ഇത്ര വലിയ മീശ? അയ്യോ, ഒട്ടിച്ച മീശയാണെന്ന് കണ്ടുപിടിക്കുമ്പോ ഇങ്ങോട്ട് വരൂ, ഈ കൊട്ടാരത്തെ പറ്റി പറയൂ. ഈ ഏരിയയ്ക്ക് ചുറ്റും 2 കിലോമീറ്റർ വരെ വീടുകളൊന്നുമില്ലല്ലോ. ഈ കൊട്ടാരം സേഫ് ആണോ എന്നിങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതേസമയം ഇവിടെ നായകൻ അമ്പലത്തിനടുത്തുള്ള കൽവിളക്ക് കാണിക്കുന്നു. ബിപി വീണ്ടും സന്തോഷിക്കുന്നു. എങ്കിൽ ഈ കൊട്ടാരം ഞാൻ എങ്ങനെയെങ്കിലും വാങ്ങുമെന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ തിരികെ ഹാളിൽ വന്ന നായകനോട് ഈ കൊട്ടാരം എന്ത് വിലയ്ക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കുറെ പേര് ഈ കൊട്ടാരം ചോദിച്ചു വന്നിരുന്നു. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞ റേറ്റ് 10,000 രൂപയാണ്. നിങ്ങൾ 10,000 തന്നാൽ നിങ്ങൾക്ക് തന്നെ തന്നേക്കാം എന്ന് നായകൻ പറയുന്നു. എന്ത്? ഈ കൊട്ടാരത്തിന് 10,000 രൂപയോ? 10,000 ആ കാലത്ത് വലിയ തുകയാണ്. ഛേ എന്ന് പറഞ്ഞ് ബിപി ഒരു ചെക്ക് എടുത്ത് 10,000 രൂപയ്ക്ക് എഴുതി നായകന് കൊടുക്കുന്നു. ഇതിൽ നിങ്ങൾ പറഞ്ഞ എമൗണ്ട് 10,000 ഉണ്ട്.
ഞാൻ ഈ കൊട്ടാരം 25,000 രൂപയ്ക്ക് വാങ്ങിക്കോളാം. ബാക്കി 15,000 കൊട്ടാരം കയ്യിൽ കിട്ടിയ ശേഷം നിങ്ങളുടെ കയ്യിൽ തരാം. ഓക്കെ അല്ലേ എന്ന് നായകനോട് ചോദിക്കുന്നു. നായകനൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുപോലെ നായകന് മറ്റൊരു ഓഫറും BP കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പരമ്പരാഗതമായി ഈ കൊട്ടാരത്തിലുള്ളവരല്ലേ, രാജാവിന്റെ അനന്തരാവകാശി. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ കൊട്ടാരത്തിൽ വരാം. എനിക്ക് സ്വന്തമായ ശേഷവും ഇവിടെ തങ്ങാമെന്ന് പറയുമ്പോൾ നായകന് സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ നമ്മുടെ നായകൻ നാടകം കളിച്ചതുപോലെ എല്ലാം കൃത്യമായി നടക്കുന്നു. ഇപ്പോൾ രാത്രി 11 മണി ആകാറായതുകൊണ്ടും വന്ന കാര്യം ഭംഗിയായി നടന്നതുകൊണ്ടും അവിടെ നിന്ന് വേഗത്തിൽ ഈ കുടുംബത്തെ നായകൻ പറഞ്ഞുവിടുന്നു. ഇപ്പോൾ നായകന് കടം കൊടുക്കാൻ 3 പേർ വന്നിരുന്നില്ലേ, അവരോട് എടാ വന്ന കാര്യം ഭംഗിയായി കഴിഞ്ഞു, കൊട്ടാരം വിറ്റു, നാളെ നിങ്ങളുടെ പണം തരാം, തൽക്കാലം നിങ്ങളുടെ ജോലി കഴിഞ്ഞു, ഇവിടെ നിന്ന് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് അവരെയും പറഞ്ഞുവിടുന്നു. ഇപ്പോൾ ആ കൊട്ടാരത്തിൽ നമ്മുടെ നായകൻ, അദ്ദേഹത്തിന്റെ ജോലിക്കാരൻ മനോഹരൻ, ഫ്രണ്ട് വരദരാജൻ എന്നിങ്ങനെ 3 പേർ മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് 11 മണി അടുക്കുന്നത്. കൊട്ടാരത്തിന്റെ വാതിലൊക്കെ തനിയെ അടയുന്നതും പുറത്തുള്ള ഊഞ്ഞാൽ തനിയെ ആടുന്നതും കാണിക്കുന്നു. നായകൻ ഇപ്പോൾ റൂമിൽ വന്ന് ഫ്രണ്ടിനോടും ജോലിക്കാരനോടും പറയുന്നു. എങ്ങനെയോ 11 മണിക്കുള്ളിൽ എല്ലാ നാടകവും കഴിഞ്ഞ് അവരും പോയി. ഈ 10,000 രൂപയുടെ ചെക്ക് തന്നിട്ടുണ്ടല്ലോ, അത് മതി എനിക്ക്. 25,000 ഒന്നും വേണ്ട. ഈ കൊട്ടാരം ഞാൻ അവരുടെ കയ്യിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് കഴിഞ്ഞ് കൊട്ടാരത്തെ പറ്റിയുള്ള സത്യം അറിഞ്ഞാൽ അവരെന്നെ ശരിയാക്കി കളയും എന്നീ രാജകുമാരൻ പറയുന്നു. എടാ, ആരെങ്കിലും കൂടുതൽ പൈസയ്ക്കൊരു സാധനം വാങ്ങാമെന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് പറയുമോ? നിനക്ക് തന്നെയല്ലേ ലാഭം എന്ന് നായകന്റെ ഫ്രണ്ട് ചോദിക്കുന്നു. ഡാ, ഈ സത്യം അറിഞ്ഞാൽ ഞാൻ പൈസ കൊടുത്താൽ പോലും ഈ കൊട്ടാരം ആരും വാങ്ങില്ല. കാരണം അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നിനക്ക് ഈ കൊട്ടാരത്തിലുള്ള രഘുവിനെ കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ച് ഒരു ഭയങ്കരമായ കഥ അദ്ദേഹം പറയുന്നു. ഏകദേശം ഒരു 450 വർഷം മുൻപ് ഇതേ കൊട്ടാരത്തിൽ ഒരു രാജകുമാരനായി രഘു എന്ന് പറയുന്നയാൾ ജീവിച്ചിരുന്നു. ഈ രഘു 25 വയസ്സായിട്ടും വിവാഹം കഴിക്കാതെയാണ് ഇരുന്നത്. അദ്ദേഹം ജീവന് തുല്യം ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ രഘുവിന്റെ അച്ഛൻ ചെയ്ത ഒരു ചെറിയ തെറ്റുകൊണ്ട് രഘു അവിടെ വെച്ച് മരിച്ചുപോയി. അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തതെന്ന് നായകൻ പറയുന്നതിന് മുൻപ് പ്രസന്റിൽ മറ്റൊരു സംഭവം കാണിക്കുന്നു. അതായത് ആ കൊട്ടാരം വിറ്റ് കാർ എടുത്ത് BPയും കുടുംബവും പോയിരുന്നല്ലോ. അങ്ങനെ പോകുന്ന വഴിക്ക് കാർ ബ്രേക്ക് ഡൗൺ ആകുന്നു. രാത്രി 11 മണി ആയതുകൊണ്ട് ഇനി ഈ നാട്ടിൽ നിന്ന് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോകാൻ പറ്റില്ല, വേറെ വഴിയില്ല, നമുക്ക് ഇന്ന് രാത്രി കൊട്ടാരത്തിൽ തന്നെ തങ്ങാമെന്ന് പറഞ്ഞ് ഇവരും കാർ തിരിച്ചുകൊണ്ട് ആ കൊട്ടാരത്തിലേക്ക് വരുന്നു. ഇപ്പോൾ വീണ്ടും നമ്മുടെ നായകനെ കാണിക്കുന്നു. അദ്ദേഹം തന്റെ ഫ്രണ്ടിനോട് ആ കഥ തുടരുന്നു. ആ രഘുവിന്റെ അച്ഛൻ ഒരു രാജാവായിരുന്നു. ഒരു ചെറിയ രാജാവായിരുന്നു അദ്ദേഹം. അവിടെയുള്ള ഒരു വലിയ രാജാവിന് ഈ രഘുവിന്റെ അച്ഛൻ നികുതി കൊടുക്കാനുണ്ടായിരുന്നു. എന്നാൽ കുറച്ചു നാളായി നികുതി ശരിയായി അടയ്ക്കാത്തത് കൊണ്ട് ആ വലിയ രാജാവ് ഈ ചെറിയ രാജാവിനെതിരെ യുദ്ധം ചെയ്യാൻ വരാൻ പോകുന്നതായി ഒരു കത്തയക്കുന്നുണ്ട്. ഇതിൽ ദേഷ്യം വന്ന ചെറിയ രാജാവ്, നമ്മുടെ പവർ അറിയാതെ ആ വലിയ രാജാവ് നമ്മളോട് കളിക്കുന്നു. എനിക്കൊരു മകനുണ്ട്, എന്റെ മകൻ രഘു. അവന് കല്യാണമായിട്ടില്ലെങ്കിലും ഈ യുദ്ധത്തിൽ അവൻ ജയിച്ചു വന്ന് അവന്റെ കല്യാണം നടത്തുമെന്ന് പറഞ്ഞ് അവിടെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ മകൻ രഘുവിനെ കാമുകിയുമായി ചേരാൻ സമ്മതിക്കാതെ യുദ്ധത്തിനയക്കുന്നു. യുദ്ധം എങ്ങനെ ചെയ്യണമെന്ന് പോലും രഘുവിന് അറിയില്ല. എന്നാലും അദ്ദേഹം ആനപ്പടയും കുതിരപ്പടയും ഒക്കെ വിളിച്ചുകൊണ്ട് യുദ്ധത്തിന് പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ എതിർ നാട്ടിലെ പടയാളികളുണ്ടല്ലോ, അവർ പുതുതായി ഒരു പീരങ്കി വാങ്ങിയിട്ടുണ്ട്. അതെങ്ങനെ പ്രവർത്തിക്കുമെന്ന് പരീക്ഷിച്ചു നോക്കാൻ ഒരു ഉണ്ടയിട്ട് നോക്കുന്നു. ആ ഉണ്ട നേരെ വന്ന് യുദ്ധത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രാജകുമാരൻ രഘുവിന്റെ മേൽ തന്നെ വീഴുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ രഘു മരിക്കുന്നു. യുദ്ധത്തിന് പോയി മരിച്ച രാജാക്കന്മാരെ കണ്ടിട്ടുണ്ട്, ഇതെന്താ ഇവൻ പോകുന്ന വഴിക്ക് തന്നെ മരിച്ചല്ലോ എന്ന് പറഞ്ഞ ആ ഷോക്കിൽ തന്നെ രഘുവിന്റെ അച്ഛനും മരിക്കുന്നു. അതിനുശേഷം ഇവരുടെ രാജൻ തന്നെ തകർന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കുകയാണ്. ശരി, ഇതിനും രാത്രി 11 മണിക്ക് ഈ കൊട്ടാരത്തിൽ നടക്കുന്ന സംഭവത്തിനും എന്താണ് ബന്ധമെന്ന് ഫ്രണ്ട് ചോദിക്കുന്നു. ഈ 11 മണിക്കാണ് 450 വർഷം മുൻപ് മരിച്ച ആ രഘു അവസാനം വരെ വിവാഹം കഴിക്കാതെ മരിച്ചത് കൊണ്ട് ഇപ്പോഴും അവന്റെ ആത്മാവ് ഈ കൊട്ടാരത്തിൽ തന്നെ ചുറ്റുന്നുണ്ട്. അവൻ രാത്രി 11 മണിയായാൽ ഈ കൊട്ടാരത്തിൽ പ്രേതമായി വരുമെന്ന് നായകൻ ഫ്രണ്ടിനോടൊരു ബോംബ് പൊട്ടിക്കുന്നു. ഇതുകൊണ്ടാണ് നായകൻ കിട്ടിയ പൈസയ്ക്ക് ഈ കൊട്ടാരം വിറ്റിട്ട് ഇവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ കൊട്ടാരത്തിന് പുറത്ത് വാതിൽ തട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. എന്താടാ ഇത്, ആരാണെന്നൊക്കെ പറഞ്ഞു പോയി നോക്കുമ്പോൾ അവിടെ BPയുടെ കുടുംബം തിരികെ ആ കൊട്ടാരത്തിലേക്ക് വന്ന് നിൽക്കുന്നു. അയ്യോ, ഇവർ എന്തിനാ ഇപ്പോൾ 11 മണിക്ക് ശേഷം തിരികെ ഈ കൊട്ടാരത്തിലേക്ക് വന്നത്? ഇവിടെ രാജാവിന്റെ വസ്ത്രവും വാടകയ്ക്ക് എടുത്ത സ്ഥലത്ത് തന്നെ കൊടുത്തു. പ്രധാനമായി നായകന്റെ മാനേജറായി അഭിനയിച്ചവരും മീശ തിരികെ കൊടുത്തു. അതുകൊണ്ട് അവരും അവിടെ കയ്യും കലാശവുമായി നിൽക്കുകയാണ്. അപ്പോഴാണ് BPയെ സമാധാനിപ്പിക്കാനായി ഞങ്ങൾ ഷേവ് ചെയ്തു, അതുകൊണ്ടാണ് മീശ ഇല്ലാത്തത്. രാജകുമാരൻ അദ്ദേഹത്തിന്റെ മുറിയിൽ റെസ്റ്റ് എടുക്കുകയാണ് എന്നൊക്കെ മാനേജർ പറയുന്നത്. കാർ റിപ്പയർ ആയോ? ശരി, ഈ രാത്രി മാത്രം നിങ്ങൾക്കൊരു റൂം അറേഞ്ച് ചെയ്തു തരാം എന്നൊക്കെ മാനേജർ പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോൾ അത് അവിടെ ഭയങ്കരമായ ചിരി ശബ്ദം കേൾക്കുന്നു.
അത് വേറെ ആരുമല്ല, ആ 450 വർഷം പഴക്കമുള്ള പ്രേതമായ രഘു തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ നായകൻ. എടാ രഘു, കുറച്ചു നേരം മിണ്ടാതിരിക്കും. ഈ കൊട്ടാരം മാത്രം ഞാൻ വിറ്റു കഴിഞ്ഞാൽ എന്റെ പ്രശ്നമൊക്കെ തീരും. പറഞ്ഞതൊന്നും മനസ്സിലാക്ക്, അവരെ പേടിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ ആ രഘുവിനെ അന്വേഷിച്ചു പോവുകയാണ്. ഇപ്പോൾ താഴെ നിൽക്കുന്ന ബിപിയുടെ കുടുംബവും എന്താ ചിരിക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, ഏതോ മന്ത്രം ചൊല്ലുന്ന ശബ്ദവും കേൾക്കുന്നു. ആരാണത് എന്ന് ചോദിക്കുന്നു. മാനേജർ അവരെ സമാധാനിപ്പിക്കാനായി രാത്രിയായാൽ രാജകുമാരൻ മന്ത്രം ചൊല്ലിയിട്ടേ ഉറങ്ങൂ എന്നൊക്കെ പറയുന്നു. രാജപരമ്പരയിൽ ഇതൊക്കെ പതിവാണെന്നും ഇവർ വിചാരിക്കുന്നു. ഇപ്പോൾ നായകനും താഴെ വന്ന് ബിപിയുടെ കുടുംബത്തോട് നിങ്ങൾക്ക് മുകളിൽ ഒരു റൂം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ബെഡൊക്കെ ഇട്ട് അവർക്ക് സ്പെഷ്യലായി സൗകര്യം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു, ഇന്ന് രാത്രി ഈ റൂം വിട്ട് പുറത്തു വരാതെ ഇവിടെ തന്നെ ഇരിക്കണം. കാരണം പുറത്ത് വൃത്തിയാക്കാത്തത് കൊണ്ട് ചില പാമ്പുകളൊക്കെ ചുറ്റുന്നുണ്ട്. പ്രേതത്തെ കാണും എന്ന പേടി കൊണ്ടാണ് പാമ്പിന്റെ പേരിൽ അദ്ദേഹം പഴിചാരിയത്. രാത്രിയായപ്പോൾ നമ്മുടെ നായികയ്ക്ക് ഉറക്കം വരാത്തത് കൊണ്ട് ആ കൊട്ടാരം ചുറ്റിക്കാണാൻ ഇറങ്ങുന്നു. അപ്പോൾ അവിടെ രാജാവിന്റെ വേഷത്തിൽ നിൽക്കുന്ന നമ്മുടെ നായകനെയും കാണുന്നു. സർ, എന്താ സർ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? ഇങ്ങനെ ഒരു രാജാവിനെ കാണണമെന്ന് എനിക്ക് കുട്ടിക്കാലം മുതലേ ആഗ്രഹമാണ് എന്ന് പറഞ്ഞ് ആ സ്ഥലത്ത് വെച്ച് തന്നെ നമ്മുടെ നായകന്റെ സൗന്ദര്യത്തിൽ മയങ്ങി നായകനോട് മനസ്സ് കൈമാറുന്നു. പക്ഷെ അവിടെ നിൽക്കുന്നത് നമ്മുടെ നായകനല്ല, ആ 450 വർഷം പഴക്കമുള്ള പ്രേതമായ രഘുവാണ് അവിടെ നിൽക്കുന്നത്. പ്രേതമാണെന്ന് അറിയാതെ അവിടെ നമ്മുടെ നായിക റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രഘുവും വിവാഹം കഴിക്കാതെ മരിച്ചയാളാണല്ലോ. അതുകൊണ്ട് ഈ നായികയെ എങ്ങനെയെങ്കിലും രഘു സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ മെല്ലെ ഇവർ രണ്ടുപേരും അടുത്തു വരുന്നു. നായകന്റെ സൗന്ദര്യത്തിൽ മയങ്ങി നായിക സ്വയം മറക്കാൻ തുടങ്ങുമ്പോൾ അവിടെ നായികയുടെ അമ്മ വന്ന് നിർത്തൂ എന്ന് അലറുന്നു. ഭൂപതി, എന്താ ഇത്? രാത്രിയിൽ രാജാവേഷം കെട്ടി എന്റെ മകളെ മയക്കാൻ നോക്കുന്നോ എന്ന് പച്ചയ്ക്ക് ചീത്ത വിളിക്കുന്നു. ഒരു രാജാവാണെന്നോ എന്തിന് ഒരു പ്രേതമാണെന്ന് പോലും നോക്കാതെ, കാരണം അവർക്കിത് പ്രേതമാണെന്ന് അറിയില്ലല്ലോ, രാജാവാണെന്നല്ലേ വിചാരിക്കുന്നത്, അവിടെ പച്ചയ്ക്ക് ചീത്ത വിളിക്കുന്നുണ്ട്. അത് കേട്ട് ആ പ്രേതം അന്താളിച്ചു നിൽക്കുകയാണ്. സാധന, നീ നിന്റെ റൂമിലേക്ക് പോ, ഈ ആളെ ഞാൻ ശരിയാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് സ്വന്തം മകളെ റൂമിലേക്ക് അയച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അതിനുള്ളിൽ ആ പ്രേതം അവിടെ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. അതിനുള്ളിൽ ആ ആൾ എവിടെ പോയി? ഭൂപതി എവിടെ പോയി എന്ന് പറഞ്ഞ് നമ്മുടെ നായകനെ ഇവർ തിരയുന്നുണ്ട്. ഇതെല്ലാം ബിപിയും താഴെ വന്ന് കാണുന്നു. അപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ ബിപിയുടെ ഭാര്യ ബിപിയോട് പറയുന്നു. ആ സമയത്ത് രാജാവേഷം കെട്ടി നമ്മുടെ നായകൻ നടന്നു പോകുന്നത് ബിപി കാണുന്നു. ഭൂപതി സർ, ഒന്ന് നിൽക്കൂ, എന്റെ ഭാര്യ പറയുന്നതൊക്കെ സത്യമാണോ? എന്തിനാണ് വേഷം കെട്ടി എന്റെ മകളെ സ്വന്തമാക്കാൻ നോക്കുന്നത് എന്ന് ചോദിച്ച് നമ്മുടെ നായകൻ ഭൂപതിയാണെന്ന് കരുതി ആ പ്രേതമായ രഘുവിന്റെ പിന്നാലെ ബിപിയും പോകുന്നു. അതേസമയം നമ്മുടെ യഥാർത്ഥ നായകൻ ഭൂപതി ഹാളിൽ വന്ന് നിൽക്കുന്നു. ഇത് കാണുന്ന ബിപിക്ക് ഭയങ്കര പേടിയാകുന്നു. ഇപ്പോഴല്ലേ ആ ഭാഗത്തേക്ക് പോയത്, ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നു, ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇതിന് മേലിലും ഈ കാര്യം മറച്ചു വെക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് നായകൻ സത്യം പറയുന്നു. ഈ മാളിക ഒരു പ്രേത മാളികയാണ്, അതുകൊണ്ടാണ് കുറഞ്ഞ പൈസയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാൻ ഞാൻ തീരുമാനിച്ചത്. എന്റെ മുത്തശ്ശൻ, അതായത് 450 വർഷം മുൻപ് മരിച്ചയാൾ ഇപ്പോഴും ഇവിടെ പ്രേതമായി ചുറ്റുന്നുണ്ട് എന്ന സത്യങ്ങളൊക്കെ നായകൻ ബിപിയോട് പറയുന്നുണ്ട്. ഇത് കേട്ട് ബിപി ഞെട്ടുമെന്നാണ് കരുതിയതെങ്കിൽ, എന്താ സർ പറയുന്നത്, ഇവിടെ പ്രേതമുണ്ടോ? ആഹാ, ഇതുവരെ കഥയിൽ മാത്രം കണ്ട പ്രേതത്തെ നേരിൽ കാണാൻ പോവുകയാണോ? സർ, ഇവിടെ പ്രേതമുണ്ടെന്ന് മാത്രം പുറം ലോകത്തോട് പറഞ്ഞാൽ ജനങ്ങൾ രാത്രി 11 മണിക്ക് ഇവിടെ വന്നൊരു എക്സിബിഷൻ പോലെ കണ്ടിട്ട് പോകില്ലേ? ഇത് വെച്ച് തന്നെ എനിക്ക് നല്ല കാശുണ്ടാക്കാമല്ലോ. സർ, എനിക്ക് ഈ കൊട്ടാരം 10,000 രൂപയ്ക്കൊന്നും വേണ്ട, 40,000 രൂപയ്ക്ക് വാങ്ങിക്കോളാം എന്ന് അദ്ദേഹം വളരെ വ്യത്യസ്തമായി പറയുന്നു. ഇത് കേൾക്കുന്ന നായകനും എന്താടാ ഇത്, നാട്ടിൽ പ്രേതമുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരുത്തൻ ഇങ്ങനെ ആവശ്യത്തിലിരിക്കുന്നല്ലോ എന്ന് കരുതി സമ്മതിക്കുന്നു. എന്നാൽ ബിപി തൽക്കാലം ഈ പ്രേതമുള്ള കാര്യം എന്റെ ഭാര്യയോട് പറയരുത്, അവരറിയാതിരിക്കട്ടെ എന്നൊരു ഡീലും വെച്ചിട്ട് പോകുന്നു. ഇപ്പോൾ അടുത്ത ദിവസം നേരം വെളുക്കുന്നു. നമ്മുടെ നായിക ബാൽക്കണിയിൽ ഇരിക്കുമ്പോൾ അവിടെ നായകൻ വരുന്നു. നായകനെ കണ്ടതും നായിക ദേഷ്യപ്പെടുന്നു. ഇന്നലെ രാത്രി അത്രയും പ്രണയത്തോടെ എന്റെ അടുത്ത് വന്നിട്ട് പിന്നെ എന്തിനാണ് അങ്ങനെ പോയത്? നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് നായികയോടും നായകൻ സത്യം പറയുന്നത്. വന്നത് ഞാനല്ല, എന്റെ മുത്തശ്ശനാണ്. അദ്ദേഹം മരിച്ചിട്ട് 450 വർഷമായി. നീ കണ്ടത് ഒരു പ്രേതത്തെയാണ്. പക്ഷെ നായിക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്റെ മുഖത്ത് നോക്കി പറയൂ, കണ്ട കഥകളൊക്കെ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞ് നായകനെ തെറ്റിദ്ധരിക്കുന്നു. അതേ ദിവസം രാവിലെ നമ്മുടെ നായകനെ നായികയുടെ അമ്മയും കാണുന്നുണ്ട്. എടാ, ഇന്നലെ രാത്രി എന്റെ മകളുടെ അടുത്ത് അവളെ മയക്കി മോശമായി പെരുമാറാൻ വന്നതല്ലേ എന്ന് ചോദിച്ച് ആ പ്രേതം ചെയ്തതിനെല്ലാം നായകനെ പച്ചയ്ക്ക് ചീത്ത വിളിക്കുന്നു.
അപ്പോൾ അതുവരെ ക്ഷമിച്ചിരുന്ന നായകന്റെ സുഹൃത്ത് വരദരാജൻ BP-യുടെ ഭാര്യയോടും സത്യം തുറന്നു പറയുന്നു. പക്ഷെ അവർക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്ത് പ്രേതകഥയാണ് ഈ പറയുന്നത്? ഓ, അപ്പോൾ നിങ്ങൾ ആ പ്രേതത്തെ വിശ്വസിക്കുന്നില്ലേ? ഇന്നും രാത്രി 11 മണിക്ക് ഇവിടെ ഇരിക്കൂ. ഒരു പക്ഷേ ആ പ്രേതത്തെ കണ്ടാൽ ഇപ്പോൾ നിങ്ങൾ എന്റെ സുഹൃത്ത് ഭൂപതിയെ ചീത്ത പറഞ്ഞതിന് അവന്റെ കാലിൽ വീണ് മാപ്പ് പറയണം. ഓക്കെ അല്ലേ എന്നിവർ ഒരു ചലഞ്ച് വെക്കുന്നു. അതിന് BP-യുടെ ഭാര്യയും സമ്മതിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് PK എന്ന് പേരുള്ള ഒരു വലിയ പണക്കാരൻ ഒരു രാത്രി സമയത്ത് ഈ പഴയ കൊട്ടാരത്തിലേക്ക് വരുന്നത്. കൊട്ടാരത്തിന് നടുവിൽ വന്നിരുന്ന് നായകനോട് പറയുന്നു, ഈ BP-യോട് നീ 40,000 രൂപയ്ക്ക് കൊട്ടാരം വിൽക്കാമെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഈ BP-യുടെ ബിസിനസ് എതിരാളിയാണ്. ഞാൻ ഇതേ കൊട്ടാരം 50,000 രൂപയ്ക്ക് വാങ്ങാം. ഇപ്പോൾ ആ സ്ഥലത്തേക്ക് BP-യും വന്ന് നീ ഇവിടെയും വന്നോ? ഞാനാണ് ഈ കൊട്ടാരം ആദ്യം കണ്ടത്, ഞാനാണിത് വാങ്ങുക എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും മാറി മാറി വഴക്കിടുന്നു. അപ്പോഴാണ് നായകൻ ആ PK-യോട് ഇവിടെ പ്രേതമുണ്ടെന്ന് അറിഞ്ഞിട്ടും ഈ BP ഇത് വാങ്ങുന്നു, നിങ്ങൾക്ക് പ്രേതത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ഇത് വാങ്ങാമെന്ന് പറയുന്നു. എന്നാൽ ആ PK-യും അത് കേട്ട് ചിരിക്കുന്നു. അപ്പോഴാണ് രാത്രി 11 മണിയാകുന്നത്. ശരി, പുച്ഛിച്ച് ചിരിക്കുകയാണോ? ഇനി 5 മിനിറ്റ് നോക്കൂ, എന്റെ മുത്തശ്ശൻ രഘു ഇവിടെ വരാൻ പോകുന്നു എന്ന് നമ്മുടെ നായകൻ പറയുന്നു. അങ്ങനെ ആ രഘുവിന്റെ ചിരി ശബ്ദം അവിടെ കേൾക്കുന്നു. എന്താടാ, നീ തന്നെ മുകളിൽ ആളെ സെറ്റ് ചെയ്തിട്ട് ചിരിക്കാൻ പറയുകയാണോ എന്ന് PK-യും BP-യുടെ ഭാര്യയും ചോദിക്കുന്നു. രഘു, താഴെ വാ, ഇവിടെ ആരും നിന്നെ വിശ്വസിക്കുന്നില്ല. ഇതുവരെ വരണ്ട എന്ന് പറഞ്ഞു, ഇപ്പോൾ ഞാൻ തന്നെ പറയുന്നു താഴെ വാ എന്ന് നായകൻ വിളിക്കുന്നു. ഇപ്പോൾ ആ പ്രേതം രഘു വളരെ ദേഷ്യത്തോടെ താഴെ വരാൻ ജനാലയിലൂടെ എത്തി നോക്കുന്നു. അപ്പോൾ അവിടെ നിൽക്കുന്ന നമ്മുടെ നായികയുടെ അമ്മയെ കാണുന്നു. അയ്യോ, ഈ ആന്റിയാണോ? പ്രേതമാണെന്ന് പോലും നോക്കാതെ പച്ചയ്ക്ക് ചീത്ത വിളിച്ചയാള്. എനിക്ക് ഭയങ്കര പേടിയാകുന്നു എന്ന് പറഞ്ഞ് ആ പ്രേതം തന്നെ ഈ ആന്റിയെ കണ്ട് പേടിച്ച് ഓടിപ്പോകുന്നു. ഇത് കണ്ട നമ്മുടെ നായകന് അയ്യോ, ഇവൻ വരാതെ ഓടിപ്പോയല്ലോ, ഇവർ വിശ്വസിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് എടാ താഴെ വാടാ, താഴെ വാ എന്ന് വിളിക്കുന്നു. ഇപ്പോൾ അവിടെ നിൽക്കുന്ന ഗസ്റ്റിനോട് രഘു താഴെ വരാൻ പേടിക്കുന്നു, പക്ഷെ പ്രേതമുണ്ടെന്നത് സത്യമാണ് എന്ന് പറയുമ്പോൾ PK പറയുന്നു, എന്താടാ പുതിയ പുതിയ കഥ പറയുന്നത്? ഡീസൻ്റായി ഈ കൊട്ടാരം ഞാൻ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. നിനക്ക് ഓർമ്മയുണ്ടോ, 450 വർഷം മുൻപ് നിന്റെ പരമ്പരയെ ഇല്ലാതാക്കിയതേ എൻ്റെ അച്ഛനാണ്. അതായത് ആ വലിയ രാജാവിന്റെ പടയെടുത്ത് വരുന്നതായി പറഞ്ഞില്ലേ, ആ പരമ്പരയിൽ വന്ന ആളാണ് ഈ PK. ഇത് കേട്ടതും നമ്മുടെ നായകൻ ഭയങ്കരമായി ഷോക്കാകുന്നു. ഇപ്പോൾ നേരെ രഘുവിന്റെ അടുത്തേക്ക് വന്ന് നീ ഇത്രയും വർഷമായി ആത്മാവായി ചുറ്റിക്കൊണ്ടിരിക്കുന്നു. നിന്റെ ആത്മാവ് ശാന്തി അടയാത്തതിന് കാരണം നീ കല്യാണം കഴിക്കാതെ മരിച്ചതല്ല, നിന്റെ അച്ഛന്റെ അവസാന ആഗ്രഹം നിറവേറ്റാതെ പോയതുകൊണ്ടാണ്. യുദ്ധത്തിന് പോയി മരിച്ചവർ ഒരുപാട് പേരുണ്ട്, നീ പോകുന്ന വഴിക്ക് തന്നെ മരിച്ചുപോയി. അങ്ങനെ നിന്റെ മേൽ ബോംബിട്ട ആ രാജാവിന്റെ വംശത്തിലുള്ള ഒരുത്തൻ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നിന്റെ ധൈര്യം സംഭരിച്ച് നീ അവനെ പോയി പേടിപ്പിക്കുക. അവൻ നിനക്ക് കീഴടങ്ങിയാൽ നിനക്ക് ഈ സ്ഥലത്ത് മോക്ഷം കിട്ടുമെന്ന് നമ്മുടെ നായകൻ പറയുന്നു. അവിടെ ഈ രഘുവിനും ദേഷ്യം വന്ന് നേരെ കൊട്ടാരത്തിന്റെ നടുവിലെ ഹാളിലേക്ക് വരുന്നു. അപ്പോഴാണ് അവിടെയുള്ള കുടുംബം, ഈ BP, ഭാര്യ, നായിക, പ്രത്യേകിച്ച് ആ പുതുതായി വന്ന PK, എല്ലാവരും അവിടെ പ്രേതമുണ്ടെന്ന് വിശ്വസിക്കുന്നത്. PK അദ്ദേഹത്തിന്റെ തോക്കൊക്കെ വെച്ച് അവിടെ വന്ന രഘുവിനെ വെടിവെക്കാൻ നോക്കുന്നു. പക്ഷെ അത് പ്രേതമല്ലേ. അങ്ങനെ ഉറയിൽ തൂങ്ങിക്കിടക്കുന്ന 450 വർഷം പഴക്കമുള്ള വാളെടുത്ത് ആ രഘു ആ PK-യെ വിരട്ടുന്നു. ഇപ്പോൾ ആ PK-യും വേറെ വഴിയില്ലാതെ ഈ രഘുവിനോട് തല താഴ്ത്തി മാപ്പ് ചോദിക്കുന്നു. അങ്ങനെ ഒരു വിധത്തിൽ രഘുവിന്റെ ആത്മാവ് ശാന്തി അടയുന്നു. അങ്ങനെ മെല്ലെ അവരുടെ അച്ഛന്റെ പടം ഒന്നുണ്ടാകും. അതിനടുത്ത് വന്ന് ഈ രഘുവിന്റെ ആത്മാവും ഈ ലോകം വിട്ടു പോകുന്നതായും ഒരു വിധത്തിൽ ഈ കൊട്ടാരത്തിലുള്ള പ്രേതശല്യം ഒഴിഞ്ഞതായും കാണിക്കുന്നു. ഇപ്പോൾ ആ PK-യെയും അവിടെ നിന്ന് ഓടിച്ചുവിട്ട് ഈ BP കുടുംബം ആ കൊട്ടാരം വാങ്ങുന്നു. അവസാനം ആ BP കുടുംബത്തിലെ പെൺകുട്ടിയായ നമ്മുടെ നായികയെ തന്നെ നമ്മുടെ നായകൻ കല്യാണം കഴിക്കുന്നു. അതുകൊണ്ട് എന്തൊക്കെയായാലും കൊട്ടാരം വിറ്റെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവിന്റെ സ്വത്താണല്ലോ അത്. അതുകൊണ്ട് അദ്ദേഹവും അവിടെ ജീവിക്കുന്നതായും നായകൻ കടം കൊടുക്കാനുണ്ടായിരുന്ന 3 പേർക്കും ഭാര്യാപിതാവിന്റെ സപ്പോർട്ടോടെ പുതിയ ചായക്കട ഇട്ടു കൊടുക്കുന്നതായും കാണിച്ച് ഈ കഥ അങ്ങനെ മനോഹരമായി അവസാനിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.